സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞതായി റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. ഈ മാസം 5 വരെ മഴ തുടരും. വെള്ളമിറങ്ങിയ ശേഷം ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെ അതിശക്തമായ മഴ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിലെ മറ്റ് എല്ലാ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ ശേഖരിച്ചപ്പോൾ പറയത്തക്ക അനിഷ്ട സംഭവങ്ങൾ ഒരു ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി എല്ലാ രീതിയിലും രാത്രിയിലെ മഴയും അതുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ഉള്ളതുകൊണ്ട് എല്ലാവിധ മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളും നടത്തിയിരുന്നു. രാത്രി വളരെ വിജിലൻ്റായിട്ടാണ്, ജാഗ്രതയോടുകൂടിയാണ് ഓരോ സ്ഥലത്തും മഴ ഉൾപ്പെടെ അതിശക്തമാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ അത്ര ശക്തമായ മഴ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പത്തനംതിട്ടയിലാണ് ഇന്നലെ മഴ കുറച്ച് ശക്തമായി നിലനിന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ അത്രത്തോളം ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമാണ്. തകർന്ന റോഡുകളൊക്കെ പുനഃസ്ഥാപിച്ച് അതെല്ലാം ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ചില നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ന് കാലാവസ്ഥ വളരെ ശക്തമായ മഴ മുന്നറിയിപ്പ് ഇന്നത്തെ ദിവസം കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും അതുപോലെ തുടരുകയാണ്. കേരളത്തിൽ 5-ാം തീയതി വരെയുള്ള കാലാവസ്ഥ പ്രവചനത്തിൽ 5-ാം തീയതി മഴ ഉണ്ടാകും എന്ന് പറയുന്നു. 5-ാം തീയതി വരെ ഒറ്റപ്പെട്ട മഴയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കാലാവസ്ഥയുടെ വിവരങ്ങൾ.